ഹായ് എവരി വൺ, ഞാനിന്നുള്ളത് ആലപ്പുഴ ബീച്ചിലാണ്. അവിടെ പകൽ പ്രൊഡക്ഷൻ ഒരുക്കിയിരിക്കുന്ന ഒരു അടിപൊളി വിസ്മയ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ആദ്യമായി കാണിക്കാൻ പോകുന്നത് 34 അടി ഉയരമുള്ള കിങ് കോങ് ആണ്. അടുത്തതായി കാണിക്കാൻ പോകുന്നത് 37 അടി ഉയരമുള്ള ഐഫിൽ ടവർ. അടുത്തതായി 40 അടി ഉയരമുള്ള നാവി. പിന്നെ വരുന്നത് ലൈറ്റ് ലേഡി. അടുത്തതായി വരുന്നത് നയന വിസ്മയമാർന്ന അടിപൊളി വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ മേലോട്ട് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ അകത്തേക്ക് എൻട്രി ചെയ്യാൻ പോവുകയാണ്. നമ്മളിത് ഈ ഐഫിൽ ടവറിൻ്റെ അകത്തുകൂടെയാണ് എൻട്രി ചെയ്യുന്നത്. അതിനു മുമ്പ് നമുക്ക് പാസ് എടുക്കണം. പാസ് എടുക്കാനായിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ അകത്തേക്ക് പോകാൻ പോകും. നിങ്ങളെല്ലാവരും സ്വിറ്റ്സർലാൻഡിലെ ഫ്ലവറിനെ കുറിച്ച് കേട്ടിട്ടല്ലേ ഉള്ളൂ. അത് നമ്മൾ നേരിൽ കാണാൻ പോവുകയാണ്. ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ പകൽ കൊച്ചി ഒരു വിസ്മയ കാഴ്ച തന്നെ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. 1,00,000-ലധികം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സുകളാണ് നമുക്കായി ഇവർ ഒരുക്കിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഇതിവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ പൂക്കളിലൊന്നും തൊടാൻ പാടില്ലെന്ന് അവർ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്.
കണ്ട് മനസ്സ് നിറഞ്ഞു കഴിയുമ്പോൾ അടുത്തതായി നമ്മൾ പോകുന്നത് ഒരു വിസ്മയമായ ലോകത്തേക്ക് തന്നെയാണ്. അങ്ങനെ ഞാൻ അകത്തേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഞാനൊരു വൈറ്റ് ചുരിദാറാണ് ഇട്ടിരുന്നത്. അവിടുത്തെ ഒരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കാരണം ഞാനൊരു പ്രേതമായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, ഞാനും എൻ്റെ എക്സിയും കൂടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഡാഗിനി അമ്മൂമ്മയും ലുട്ടാപ്പിയും കൂടെ നമ്മുടെ കുട്ടുസനങ്ങളും. അതും പോരാഞ്ഞിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സിലിണ്ടറിക്കൽ ടാങ്ക് അക്വേറിയം നമുക്കായി ഒരുക്കിയിരിക്കുന്നു. 20,000-ലധികം മീനുകളുള്ള 15 അടി ഉയരമുള്ള ഒരു കിഡിലൻ അക്വേറിയം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്ത് ഭംഗിയാണെന്ന് അറിയാമോ? നിറയെ മഴവിൽ നിറങ്ങളിലുള്ള കുറേ മീനുകൾ, കുഞ്ഞു കുഞ്ഞു മീനുകൾ ഇങ്ങനെ തുള്ളിച്ചാടി ഓടി നടക്കണ വളരെ ഭംഗിയാണ്. ടെട്രാ ഫിഷ് എന്നറിയപ്പെടുന്ന ഈ കുഞ്ഞു കളർ ഫിഷ് എല്ലാം നല്ല നിയോൺ കളറിലാണ് ഇത് വരുന്നത്. സൂപ്പറാണ് കേട്ടോ. നമ്മുടെ അക്വേറിയത്തിൽ ഇതുപോലെയൊക്കെ വാങ്ങിച്ചിടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നമ്മുടെ അക്വേറിയത്തിന്റെ ഒരു വീഡിയോ ഉണ്ട്. 20,000-ലേറെ മീനുകൾ 15 അടി ഉയരമുള്ള ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. സൂപ്പർ അല്ലേ? അടിപൊളി, അമേസിങ്. അത് മാത്രമല്ല കേട്ടോ, അതെ അതിന്റെ അങ്ങനെ അവരെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഈ ചെറിയ അക്വേറിയം അതും സിലിണ്ടർ ടൈപ്പിലാണ് വരുന്നത്. അതിൽ യെല്ലോ കളറിലെ ഫിഷാണ് ഇത് വന്നത്. യെല്ലോ അല്ല കേട്ടോ, ഒരു ഓറഞ്ച് യെല്ലോ ആ ഒരു കളറിലെ ഫിഷാണ് ഇത് ഈ വന്നേക്കുന്നത്. അത് ടെട്രാ ഫിഷ് തന്നെയാണ്. അതുപോലെ തന്നെ കണ്ട എന്ത് ഭംഗിയാന്ന് നോക്കണം കാണാൻ.
എന്ത് രസമെന്നറിയാം. നല്ല ഒരു എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും മനസ്സിനൊരു കുളിർമ തരുന്ന, മനസ്സിനൊരു സന്തോഷം തരുന്ന ഒരു വർണ്ണ കാഴ്ചയാണ്. നമ്മൾ കാണാൻ പോകുന്നത് ആദവും ഹവ്വയും ഏദൻ തോട്ടത്തിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. കണ്ടോ, ഏദൻ തോട്ടം. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ചന്ദ്രയാനാണ്. കണ്ടോ, റോക്കറ്റും ഏലിയൻസും എല്ലാം അവിടെയുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് പേടകം ഇരിക്കുന്നുണ്ടോ. അപ്പം ഇവിടെ നിന്ന് കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ കാണാൻ പോകുന്നത് ആണ് സുഹൃത്തുക്കളെ വളരെ അതിമനോഹരമായ ഒരു സംഭവമാണ്. എന്തായാലും നമുക്കത് കാണാം, മുന്നോട്ട് പോകാം. അങ്ങനെ കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യത്തിലേക്കാണ് കടക്കുന്നത്. കണ്ടോ, കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് കണ്ടോ, എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. ആ അവതാർ എന്ന് പറയുന്ന മൂവിയിൽ അതേ സെറ്റ് അവിടെ ഇട്ടിരിക്കുകയാണ്. വളരെ എന്ത് പറയാൻ, നമുക്കിങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വർണ്ണവിസ്മയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്ത് ഭംഗിയാണെന്നറിയാം. നമ്മൾ ആ ഒരു ലോകത്തേക്ക് ഇറങ്ങി ചെല്ലുന്നത് പോലെ നമുക്ക് തോന്നും. എന്തായാലും അതൊന്ന് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളിങ്ങനെ കണ്ടിട്ട് കാര്യമില്ല, നമ്മൾ നേരിട്ട് പോയി അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. അവതാർ എന്ന് പറയുന്ന സിനിമ കണ്ടവർക്ക് അറിയാൻ പറ്റും ആ ഒരു ഫീൽ എന്താണെന്നുള്ളത്.
പറഞ്ഞു. ഇവർക്ക് എന്താ പറയാനുണ്ട്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം പൊളിയാണ്. കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. പക്ഷേ 50 രൂപ അല്ലെങ്കിൽ 60 രൂപയ്ക്കൊക്കെ ഉള്ളതേ ഉള്ളൂ കേട്ടോ. എന്തിനാ പോയില്ലേ? 100 രൂപയ്ക്കൊക്കെ ഉള്ളതൊന്നും ഇല്ല കേട്ടോ.